ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹലോ, വെൽക്കം ബാക്ക്. എന്തെങ്കിലും വിശേഷം? എല്ലാവരും ഹാപ്പി അല്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ഒരു മാംഗോസ് പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഇത് ഒരുപാട് അങ്ങനത്തെ ഐറ്റംസ് ഒന്നുമില്ല. നമ്മൾ പണ്ടൊക്കെ ഈ ക്രീമൊക്കെ ഉണ്ടാക്കിയിട്ട് തേക്കുന്നതിന് മുമ്പേ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പെർഫെക്റ്റ് ടെക്സ്ചറിലുള്ള ഒരു മാംഗോ പുഡിങ്ങാണ്. അപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും ആഡാക്കാതെ ഉണ്ടാക്കുന്ന ആ ഒരു സമയം ഉണ്ടായിരുന്നല്ലോ, എല്ലാവർക്കും ഉണ്ടായി കാണും. അപ്പോൾ അതുപോലത്തെ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഞാനിത് 1 ലിറ്റർ പാലിൽ മാംഗോ പുഡിങ്ങാണ് ഉണ്ടാക്കുന്നത്. മാംഗോ എന്ന് പറയുമ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 മാംഗോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് ചൈന ഗ്രാംസാണ്. ഒരു പാക്കറ്റ് എന്ന് പറയുന്നത് 8 ഗ്രാംസാണ്. അപ്പോൾ 1/2 ലിറ്റർ പാലിക്ക് ഒരു പാക്കറ്റ് പാലിക്ക് 8 ഗ്രാമാണ് കറക്റ്റായിട്ടുള്ള അളവ്. അപ്പോൾ ഇവിടെ ഞാൻ 2 പാക്കറ്റ് പാൽ, അതായത് 1 ലിറ്റർ പാൽ എടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ചൈന ഗ്രാസിൻ്റെ പാക്കറ്റ് 16 ഗ്രാംസ് പാക്കറ്റാണ് ചൈന ഗ്രാസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഞാനൊരു ഹാഫ് കപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ ഈ ചൈന ഗ്രാസ് ഇങ്ങനെ പൊടിച്ചിടുമ്പോൾ ഇല്ലേ, അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ അതിനൊന്ന് കുതിർത്തിട്ട് വെക്കാം. ഒരു പാൽ തിളക്കുന്ന ആ ഒരു സമയം വരെ ഒരു 10 മിനിറ്റ് മതിയാവും. എന്നിട്ട് ഇത് 1 ലിറ്റർ പാലും അതവിടെ തിളക്കാൻ വെച്ചിട്ടുണ്ട്. ചൈന ഗ്രാസ് കുതിർത്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാൽ തിളക്കുന്ന ആ സമയത്തിൽ ഞാൻ മാംഗോ ഒന്ന് ഇതിൻ്റെ തൊലിയൊക്കെ എടുത്തിട്ട് ഇതൊന്ന് പൾപ്പാക്കിയിട്ട് വെക്കണം. അപ്പോൾ ഇത് നല്ല മധുരമുള്ള മാംഗോ ആണ്. ഇത് നാടൻ മാംഗോ കേട്ടോ. ഈ കസി മാങ്ങ എന്നൊക്കെ പറയുന്നില്ലേ, അതുപോലത്തെ ഒരു മാങ്ങയാണ്. നല്ല ടേസ്റ്റാണ്. ഇതിൽ പുതുകളൊക്കെ ഉണ്ടാവുന്നത് അധികമാണ് കേട്ടോ. ഇപ്പോൾ ഈ സമയത്ത് എന്തോ എനിക്ക് പുതുള്ള മാങ്ങ കിട്ടിയിട്ടില്ല. ഇത് നമ്മുടെ മരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ള മാങ്ങ തന്നെയാണ്. അപ്പോൾ എന്തായാലും മാങ്ങയുടെ സീസണൊക്കെ തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനൊന്ന് പൾപ്പാക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ ഒരു മാങ്ങയാണ് 2 മാങ്ങ ഞാൻ ഇതിൽ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ക്രീം ആഡ് ആക്കാം, മിൽക്ക് മെയ്ഡ് ആഡ് ആക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഹെവി ക്രീം ആഡ് ആക്കാം. ഏത് ക്രീം വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആഡ് ആക്കാം. എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, ഇട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചതാണ്, പക്ഷെ അത് കാലിയായി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ പഞ്ചസാരയിൽ തന്നെ അത് അഡ്ജസ്റ്റ് ആക്കുവാണ്. ഇപ്പോൾ ഇത് പാല് തിളക്കുന്ന ആ സമയത്ത് പാലിലോട്ടും കുറച്ച് പഞ്ചസാര ഇടുന്നുണ്ട്. ഇപ്പോൾ ഇത് വെറും പൾപ്പാണ്, ഇതിലോട്ട് ഞാൻ പഞ്ചസാര ആഡ് ആക്കിയിട്ടില്ല. പിന്നെ ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഞാൻ ഫൈൻ പേസ്റ്റും ആക്കിയിട്ടില്ല. ചെറുതായിട്ടുള്ളൊരു കടികളൊക്കെ അതിലുണ്ടാവും. അതിങ്ങനെ പുഡിങ് കഴിക്കുമ്പോൾ കാണാനും ടേസ്റ്റ് ആക്കാനും നല്ലൊരു രസമാണ്. അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തത്. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. അപ്പോൾ ഇത് ഇവിടെ പാല് തിളച്ചിട്ടുണ്ട്. ഇതിന് ഞാൻ പഞ്ചസാര ആവശ്യത്തിനുള്ള മധുരം നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൈന ഗ്രാസ് മെൽട്ടാക്കാം. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് കുതിർത്തിട്ടുണ്ട്. നല്ല മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ഇത് കുതിർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മെൽട്ടാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അരപ്പ വെച്ചിട്ട് അരച്ചിട്ടും ഇട്ട് കൊടുക്കാം. അതിലെന്തെങ്കിലും കഷ്ണങ്ങൾ അങ്ങനെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അതൊക്കെ നീട്ടായിട്ട് തന്നെ കിട്ടിയോളും. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചെന്നേ ഉള്ളൂ. ഈ ചൈന ഗ്രാസിൽ അങ്ങനത്തെ ഒന്നും കട്ടകളൊന്നും ഉണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. എന്നിട്ട് ഇത് എല്ലാ ചൈന ഗ്രാസും പാലിലോട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മാംഗോ പൾപ്പില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാൽ ആദ്യമേ തിളപ്പിച്ചിട്ട് അതിലോട്ട് ഞാൻ ചൈന ഗ്രാസ് വേറെ റെഡിയാക്കിയിട്ട് കുക്കാക്കിയിട്ട് അതിലോട്ട് പൾപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം വേറെ വേറെ എണ്ണ ആക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാം. എന്നിട്ടൊരു പുഡിങ് ട്രേ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ട്രേ എടുക്കാം. ഞാനിപ്പോൾ 1 ലിറ്റർ പാലല്ലോ ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ ട്രേ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെ നല്ല ഹൈറ്റിൽ തന്നെ ഇത് സെറ്റാക്കി കിട്ടിക്കോളും എനിക്ക്. ഇനിയിപ്പോൾ ഇത് സെറ്റായിട്ട് നല്ലൊരു ചില്ലാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒരു ഏകദേശം ഒരു 5-6 മണിക്കൂർ വെച്ചാൽ നല്ല ചില്ലായിട്ട് തന്നെ കിട്ടിക്കോളും. പിന്നെ ഇതില്ലേ, ഫ്രീസറിലല്ല താഴെ തട്ടിലാണ് വെച്ച് കൊടുക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ മണ്ണിയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെ കട്ടിയല്ല ഉണ്ടാവുക, അതിനേക്കാളും ഒരു സോഫ്റ്റാണ്. അപ്പോൾ അത് 1 ലിറ്റർ പാലിലോട്ട് 2 പാക്കറ്റാണ് ചൈന ഗ്രാസ് അതിൻ്റെ അളവ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈസി ആയിട്ട് കുറച്ച് സാമാനിൽ തന്നെ നമുക്ക് മാംഗോ പുഡിങ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ടേക്ക് കെയർ, ബൈ.